ഹലോ. നിങ്ങളെ നിങ്ങൾ എത്ര പേര് ഒരു റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിവ്യൂവർ, ഞാൻ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കണ്ടു, അയാൾക്ക് ആ സിനിമ ഇഷ്ടമായില്ല, അതുകൊണ്ട് എനിക്കും അത് വർക്കാകില്ല, ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്ന എത്ര പേരുണ്ട്? കുറച്ച് പേര് കാണും, പക്ഷേ നമ്മളൊരു മെജോറിറ്റി എടുത്താൽ അങ്ങനെയുള്ള ആളുകൾ കുറവാണ്. നമ്മൾ സിനിമാ ഭ്രാന്തന്മാരായ അല്ലെങ്കിൽ സിനിമ ഫനറ്റിക് ഫാൻ എന്ന് പറയുന്ന ആളുകൾ അവരുടെ ഒരു ഇഷ്ടപ്പെട്ട താരത്തിൻ്റെ സിനിമ വന്നാൽ ഏതൊരു ആളുടെ റിവ്യൂ നോക്കാതെ ഫസ്റ്റ് ഡേ പോയി കാണും. അത് പല ഘടകങ്ങളാണ്. ഒന്ന്, ഇപ്പം ലാലേട്ടൻ്റെ കാര്യം പറയാം. മോഹൻലാൽ, ഇവൻ ജിത്തു ജോസഫിൻ്റെ ദൃശ്യം 3 റിലീസായി. സ്വാഭാവികമായും അദ്ദേഹം അവരൊക്കെ എത്ര എക്സ്പെക്റ്റേഷൻ പാടില്ല എന്ന് പറഞ്ഞാലും നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ റിവ്യൂ ഒന്നും കാത്തിരിക്കില്ല. ഫാൻസ് ആയാലും ദൃശ്യം ഫ്രാഞ്ചൈസിയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫാമിലി ഓഡിയൻസ് പോലും ഫസ്റ്റ് ഡേ അവർ കാണാൻ ശ്രമിക്കും. അവർക്കത് വർക്കായെങ്കിൽ മാത്രമേ അവരത് പോസിറ്റീവായിട്ട് പുറത്ത് പറയുകയുള്ളൂ. അത് റിവ്യൂ ആയിട്ട് പറയണമെന്നില്ല, അല്ലാതെ തന്നെ ഒരു പൾസ് നമുക്ക് മനസ്സിലാവും. നമ്മൾ കൂട്ടുകാരോടും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ജനറലി പലയിടത്ത് കണ്ട കാര്യങ്ങളുടെ ഒരു അക്യുമുലേഷൻ കണ്ടിട്ടാണ് നമ്മൾ ചിലപ്പോൾ പക്ഷേ ഈ കാര്യങ്ങൾ തീരുമാനിക്കുക. അതിൽ പെർട്ടിക്കുലർ റിവ്യൂവർ വന്ന് കുറേ കുറ്റം പറഞ്ഞാലൊന്നും ആ സിനിമയോ നമുക്ക് താഴെ ഇടാൻ പറ്റത്തില്ല. നേരെ തിരിച്ചു, ഒരു റിവ്യൂവർ വന്നിട്ട് സിനിമയെ പൊക്കി അടിച്ചാലൊന്നും ആ സിനിമ രക്ഷപ്പെടാനും പോകുന്നില്ല. നിങ്ങൾ എത്ര PR, എത്ര കോടികൾ മുടക്കിയാലും ഒരു മോശം സിനിമയെ ഒരു പരിധി കൊള്ളുന്ന ഒരു കുറച്ചൊക്കെ ഒരു അനക്കം ഉണ്ടാകുമായിരിക്കും. അതൊരു ചുമ്മാ ഒരു തള്ള് എന്നൊക്കെ പറഞ്ഞ് അതിനപ്പുറത്തേക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു റിവ്യൂവർ മോശം പറഞ്ഞെന്ന് കരുതി ഒരു മനോഹരമായ സിനിമ തകർക്കാനും പറ്റില്ല. ചെറിയൊരു കുറച്ച് പേരൊക്കെ ശ്രദ്ധിച്ച് നിൽക്കും, പക്ഷേ പിന്നീട് വീണ്ടും ആ സിനിമ ഓടുമ്പോൾ തന്നെ ആളുകൾ ഇത് ഓടുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ റിവ്യൂവറുടെ ക്രെഡിബിലിറ്റി വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഇന്നലെ അശ്വന്ത് കോക്ക്, നമ്മുടെ മാധവ് സുരേഷ്, പിന്നെ അദ്ദേഹം അഭിനയിച്ച എന്തോ അട്ടഹാസമാണ് ഏതൊരു സിനിമയുള്ള ആ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇഷ്യൂ ആണ്, ഭയങ്കര ചീത്തവിളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അശ്വന്ത് കോക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നല്ല ഒന്നാം തരം ബഹളം വെച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം അയാൾ പൈസ വാങ്ങിയ ആളല്ല എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം ചില ചാർജായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വാട്ടെവർ, ഞാൻ പറഞ്ഞു വന്ന് അശ്വന്ത് കോക്കിനെ കുറിച്ചല്ല, റിവ്യൂ കൊണ്ട് സിനിമ തകർക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്ന അത്ര നല്ല കാര്യമൊന്നുമില്ല. എത്ര രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞല്ല, ഒരു പെർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രം വോട്ട് ചെയ്താൽ എന്നും ഒരു പാർട്ടിയല്ലേ വിജയിക്കാൻ പാടുള്ളൂ? എന്തുകൊണ്ടാണ് എല്ലാ 5 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്നത്? നിഷ്പക്ഷരായ കുറേ ആളുകൾ അവരുടെ തീരുമാനം കുറേയൊക്കെ നോക്കിയിരുന്ന് കണ്ട് അവിടെ എവിടെയൊക്കെ കണ്ട് മനസ്സിലാക്കി അവർ പതുക്കെ തീരുമാനം എടുത്ത് അവർ വോട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് ഈ പറഞ്ഞ തീരുമാനങ്ങൾ മാറുന്നത്. സിനിമ എങ്ങനെയാണ്? സാധാരണ വീട്ടിലിരിക്കുന്ന പ്രേക്ഷകരൊക്കെ വന്ന് കാണുമ്പോഴാണ് സിനിമ കൂടുതലും ഹിറ്റാകുന്നത്. അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ വരും. ഇപ്പം ഞാൻ പറയും, മോഹൻലാൽ ജിത്തു ജോസഫ് സിനിമയ്ക്ക് കിട്ടുന്ന എക്സ്പെക്റ്റേഷൻ ആയിരിക്കില്ല മോഹൻലാൽ പ്രിയദർശൻ സിനിമയ്ക്ക്. അതിന് വേറെ ഓഡിയൻസാണ്. മോഹൻലാൽ ഇപ്പം എന്താ പറയുക, നമ്മുടെ ലൂസിഫറിൻ്റെ ഒരു തുടക്കത്തിൽ പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെ അവരുടെ ഒരു കൊണ്ടായ ഒരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കും ഹൃദയപൂർവ്വം സിനിമയ്ക്ക് കിട്ടുന്നത്. ഇത് രണ്ട് അതിൻ്റെ ഓഡിയൻസ് വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു മാസ് സിനിമ കാണാൻ രജനീകാന്തിൻ്റെ ഫസ്റ്റ് ഡേ കടന്ന രജനീകാന്ത് ഒരു അദ്ദേഹത്തിൻ്റെ എല്ലാ പടവും മാസ് പടമാണ്. നാളെ രജനീകാന്ത് ഏതെങ്കിലും ഒരു ആർട്ട് ഡയറക്ടറുടെ കൂടെ, ലിജോ ജോസ് പല്ലിശ്ശേരിയായിട്ട് രജനീകാന്ത് അവന് ഒരു സിനിമ ചെയ്യുക, അല്ലെങ്കിൽ പോട്ടെ വളരെ നമ്മൾ സാധാരണ ഒരു നല്ല സിനിമ എടുക്കുന്നപ്പോൾ ഒരു ആള് ഒരു സംവിധാനയുടെ സിനിമ ചെയ്താൽ സ്വാഭാവികമായിട്ടും മറ്റേ മാസ് പടം കാണാൻ വരുന്ന ആൾക്കാരൊന്നും ആദ്യത്തെ ദിവസം വരാൻ സാധ്യതയില്ല. അതൊരു അഭിനയം സാധ്യതയുള്ള പടങ്ങൾ കാണാൻ വരുന്ന ആളുകൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇതൊരു നമുക്ക് പെർട്ടിക്കുലർ ഇന്ന കാര്യം കൊണ്ടാണ് സിനിമയിലേക്ക് ആൾ വരുന്നത് വരാതിരിക്കുന്നത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ, സിനിമ എൻഗേജിങ് ആണെങ്കിൽ ഇത് വരും. എത്ര റിവ്യൂവർ വിചാരിച്ചാലും ആര് വിചാരിച്ചാലും താഴെ ഇടാൻ പറ്റില്ല. അതുപോലെ പൊക്കിയടിച്ചാലും ഈ സംഭവമൊന്നും ഓടത്തില്ല. അതുകൊണ്ട് റിവ്യൂ കണ്ട് സിനിമ കാണാൻ ആൾക്കാർ പോകുന്നു എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മൊത്തം സോഷ്യൽ മീഡിയയിൽ. ദൃശ്യം 3 നോക്കിയാൽ അറിയാം, നമുക്കറിയാവുന്ന ഫേമസ് റിവ്യൂവേഴ്സ് എല്ലാം പോസിറ്റീവ് ഫീഡ്ബാക്കാണ് തന്നിരിക്കുന്നത്. ഇപ്പം അശ്വന്ത് കോക്ക് ആയാലും ഉണ്ണി വ്ളോഗ്സ് ആയാലും മൺസൂൺ മീഡിയ, പിന്നെന്താണ് നമ്മുടെ ലെൻസ്മാൻ, റീലോഡ് ഒക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ഷസാമിന് അത് വർക്കായില്ലെന്ന് പറഞ്ഞു. ഷസാമിൻ്റെ ഫ്രീഡമാണ് വർക്കായാലും നോക്കുന്നത്. ഷസാമിൻ്റെ എക്സ്പെക്റ്റേഷൻ അറിയില്ല. ഷസാം ഒരുപക്ഷെ ദൃശ്യം 1 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആളാണ്. ദൃശ്യം 2 അദ്ദേഹത്തിന് കുറച്ചുകൂടെ 1 വെച്ച് നോക്കും അത്ര ഇഷ്ടം. അത് പലർക്കും പല അഭിപ്രായമായിരിക്കും. പക്ഷേ ഷസാം ഒരാൾ മാത്രം ബാക്കിയുണ്ട്, ബാക്കി 3-4 പേര് പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനെയാണ് റിവ്യൂവേഴ്സ്. അപ്പോൾ എല്ലാവരും ഒരേ കാര്യം പറയുക നല്ല വരുന്നു. ഏതൊരു മോശം സിനിമയ്ക്കും ഒരു ആരാധകൻ കാണും, ഏത് നല്ല സിനിമയ്ക്കും ഒരു ഇഷ്ടപ്പെടാത്ത ആളും കാണും. അതുകൊണ്ട് റിവ്യൂവേഴ്സ് വിചാരിച്ചാൽ സിനിമയെ വളർത്താനോ തളർത്താനോ പറ്റില്ല. ചെറിയ ചലനം ഉണ്ടാക്കാൻ പറ്റും, അതൊക്കെ ചെറിയ റിപ്പിൾ എന്ന് പറയാൻ പറ്റും. നല്ലൊരു കോണ്ടന്റിനെ നമുക്കങ്ങനെ നശിപ്പിക്കാനോ പിടിച്ചു വെക്കാനോ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ റിവ്യൂ മാത്രം കണ്ട് സിനിമ കാണാൻ പോകുന്ന ഒരാളല്ല എന്ന് എനിക്ക് തോന്നുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക. ഇപ്പം നടക്കുന്ന ഈ ഒരു റിവ്യൂവർ സിനിമ ഇൻഡസ്ട്രി അടിയുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടെ നിങ്ങൾ കമൻ്റ് ഇടുക. നമുക്ക് കാണാം. താങ്ക് യു.